അനന്തമോനത് വിഷയാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അന്ന് ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോള് ജനിക്കുകയാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സിജോ, ബിഗ് ബോസിലെ മത്സരാർത്ഥി സിജോയും അതേപോലെ തന്നെ ലൈഫ് ഓഫ് അനന്തു എന്ന യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുന്ന അനന്തുവും തമ്മിലുള്ള ചില കാര്യങ്ങളെ പറ്റിയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് സിജോ എന്ന് പറയുന്ന നമ്മുടെ അറിയുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥി, ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം സിജോ ടോക്സ്, അതേപോലെ തന്നെ സിജോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലിലൂടെയും യൂട്യൂബിലൂടെ അവരുടെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പം സിജോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് അനന്തു റിയാക്ഷൻ ചെയ്തതും അതുപോലെ തന്നെ അനന്തുവിന് മറുപടിയായിട്ട് സിജോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ. അപ്പം സിജോ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ യൂട്യൂബിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം സിജോയെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സിജോയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അതേപോലെ തന്നെ അനന്തു എന്ന് പറയുന്നത് നമ്മളെ ബിഗ് ബോസിൻ്റെ സമയത്ത് ഓരോ എപ്പിസോഡും വെച്ചിട്ട് ഓരോ ആളുകളുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടാണ് അനന്തു സംസാരിക്കുന്നത്. അപ്പോൾ അനന്തു ഈ കുറച്ച് നാളുകളായിട്ട് കാര്യങ്ങൾ അത്യാവശ്യം യൂട്യൂബിലുള്ള വിഷയങ്ങൾ ഓരോ ആൾക്കാരെ കുറിച്ചിട്ട് സംസാരിക്കലുണ്ട്. ഞാൻ ഈ പറയുന്ന അനന്തുവിൻ്റെ ആയാലും സിജോവിൻ്റെ ആയാലും പിന്നെ കാര്യങ്ങളെ നമ്മളെ വിമർശനമായാലും പിന്നെ നല്ലതായാലും നമ്മൾ അംഗീകരിക്കുകയും വിമർശനാത്മകമായി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉപ്പും മുളകും ഫാമിലീൻ്റെ ഭാഗമായിട്ട് സിജോ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. അനന്തുവിനെ സംബന്ധിച്ചിട്ട് അനന്തു അതിൽ ഒരു വീഡിയോ ചെയ്തു. പിന്നെ അവരെ കുറിച്ചിട്ട് പിന്നെ എന്തൊക്കെ കൊളാബ് ചെയ്തിട്ടാണ് അവർ കല്യാണം അതൊക്കെ നടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അനന്തുവിനെതിരെ, അപ്പോൾ അനന്തുവിനെ കുറിച്ചിട്ട് സിജോ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അനന്തു സിജോക്കെതിരെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തു. എന്നാൽ ആ വീഡിയോ റിയാക്ട് ചെയ്തത് സിജോക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. ആ വീഡിയോ വളരെ വൈകാരികമായിട്ടാണ് സിജോ എടുത്തത്. സിജോ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കേട്ടുപോകാം. ഹായ്, ഞാൻ നിങ്ങളുടെ സിജോയാണ്. അനന്തമോൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. മോനേനോ സിജോ എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി, പക്ഷെ ആ വിളി എന്തായാലും തിരുത്തില്ലെങ്കിൽ അനന്തമോനത് വിഷയാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ സിജോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആ വീഡിയോയിൽ അനന്തുവിനോട് ഭയങ്കര ദേഷ്യം വന്നിട്ടാണ് സിജോ ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ സിജോ അനന്തുവിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കാര്യം എന്ന് വെച്ചാൽ, അനന്തു ആൺകുട്ടിയാണല്ലോ. അപ്പം മോനെ എന്നല്ല മോളെ എന്ന് വിളിക്കാം, അനന്തു മോളെ എന്ന് വിളിക്കാം. അപ്പം അനന്തു മോളെ എന്ന് വിളിക്കുമ്പം അനന്തുവിനെ നമ്മൾ കളിയാക്കുന്ന രൂപത്തിലാണ് സിജോ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ മോളെ എന്ന് വിളിക്കുന്നത് ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു പിന്നെ ആളുകളെ ഒരു എന്തെല്ലോ വേറെ രീതിയിൽ കാണുന്ന രൂപത്തിലാണോ ഈ സിജോ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ സിജോ എന്തുകൊണ്ടാണ് മോളെ എന്ന് വിളിക്കുന്നത്? അപ്പോൾ സിജോൻ്റെ ഭാര്യേനെ മോളെ എന്നല്ലേ വിളിക്കല്? സിജോൻ്റെ പിന്നെ ഭാര്യയുടെ വീട്ടുകാർ മോളെ എന്നല്ലേ വിളിക്കല്? അപ്പം മോളെ എന്ന് എങ്ങനെയാണ് കളിയാക്കലാവുക? ഒരു ആൺകുട്ടിയെ മോളെ എന്ന് വിളിച്ചിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് സിജോ ശ്രമിക്കുന്നത്. അത് തീരെ ശരിയായിട്ടില്ല. അപ്പോൾ ഒരു കളിയാക്കുന്ന രൂപത്തിൽ മോനെ എന്നല്ല, ഞാൻ ഇനി മുതൽ അനന്തു മോളെ എന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ അനന്തു മോളെ എന്ന് പറയുന്നുണ്ട്. അതൊരു കളിയാക്കായിട്ട് സിജോനെ പോലുള്ള ഒരാൾ ഇങ്ങനെ ആ ഒരു രൂപത്തിൽ മോളെ എന്ന് വിളിച്ചിട്ട് കളിയാക്കാൻ ശ്രമിച്ചത് തീരെ ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അനന്തമോളോട് മാത്രമായിട്ടായിരിക്കും എനിക്ക് ആ കാര്യങ്ങളൊന്നും അനന്തമോളോട് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനന്തമോള് കഴിഞ്ഞ ദിവസം എന്നെ വിമർശിച്ച അപ്പം ഞാൻ അനന്തുവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അനന്തു റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ സിജോനെ വേറെ രീതിയിൽ സിജോൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല, തെറി വിളിച്ചിട്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാര്യങ്ങൾ പറഞ്ഞതെന്നല്ലാണ്ട് ആ രൂപത്തിൽ ഒരു ആക്ഷേപിക്കലും അനന്തുവിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സിജോ ഈ വീഡിയോ ചെയ്തതിൻ്റെ അനന്തുവിൻ്റെ അച്ഛനെ, അതായത് പൈതൃകങ്ങളാൽ ഉണ്ടായവൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഏകദേശം മലയാളം അറിയുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. പൈതൃകങ്ങളാൽ ഉണ്ടായവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയെ അല്ലെങ്കിൽ അച്ഛനെ ഒക്കെയാണ് അപമാനിക്കുന്നത്. ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട്
അനന്തുവിനോടുള്ള ദേഷ്യം തീർത്തത് അച്ഛനെ വിളിച്ചിട്ടൊക്കെയാണ് സിജോ തീർത്തത്. തീർച്ചയായിട്ടും സിജോ പിന്നെ അങ്ങനെ റിയാക്ട് ചെയ്തേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ വളരെ മോശമായിപ്പോയി. കാരണം അനന്തുവിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആ രൂപത്തിൽ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട ഒരു കേസായിരുന്നില്ല ഇത്. സിജോൻ്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും തെറ്റ് ഈ കാര്യത്തിൽ. കാരണം ഒരാളായാലും ഏതൊരാളായാലും നമ്മളിപ്പോൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്യുന്നവരാണ്. അപ്പം അവരുടെ വീട്ടുകാരെ അവരുടെ അച്ഛനെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്നല്ല ചെയ്യേണ്ടത്. കാരണം എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട് വീഡിയോസ്, ഓരോ ആളുകളുടെ ഫാമിലി ആയാലും മറ്റു കാര്യങ്ങളും വെച്ചിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പറയുക എന്നല്ലാണ്ട് അവരുടെ വീട്ടുകാരെ വിളിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ അനന്തുവിൻ്റെ ഭാഗത്താണ്. അനന്തുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അനന്തു ഒരിക്കലും സിജോയെ വേറെ രീതിയിൽ സിജോൻ്റെ വീട്ടുകാരെ ഒന്നും തെറി വിളിക്കുകയോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ തെറി വിളിച്ചത് തീർത്തും തെറ്റാണ്. അത് പിൻവലിക്കുക തന്നെ വേണം. ആ സിജോൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഫാൾട്ടാണ്. ആ ഫാൾട്ട് അത് മാപ്പ് പറഞ്ഞിട്ട് തന്നെ അനന്തോട് മാപ്പ് പറഞ്ഞിട്ട് തന്നെ പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് തന്നെയായാലും നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാർ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഓരോ വിഷയത്തിൽ ഓരോ ആളുകളുടെ ഫാമിലി വിഷയമായാലും മറ്റു കാര്യങ്ങളായാലും ഈ യൂട്യൂബിൽ ഇടുന്ന കാര്യങ്ങൾ വീഡിയോ വെച്ചിട്ടാണ് പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം അവർ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ടാണ് അത് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ പല ആളുകളും ഈ ഒരു വീഡിയോ ഇങ്ങനെ പബ്ലിക് ഇതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ വളരെ പേഴ്സണലായിട്ട് അവരുടെ വീട്ടുകാരെയും മറ്റ് കാര്യങ്ങളൊക്കെ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ വിഷയം ഉണ്ടെങ്കിൽ ആ പേഴ്സണൽ വിഷയങ്ങളൊക്കെ പരിധി പിടിച്ചിട്ട് ആ രൂപത്തിൽ അവർക്ക് പിന്നെ എങ്ങനെയൊക്കെ അവർക്ക് ഡാമേജ് ഉണ്ടാക്കാം ആ രൂപത്തിലൊരു വ്യക്തിവൈരാഗ്യം തീർക്കുക എന്ന രൂപത്തിലാണ് പല ആളുകളും വീഡിയോ ചെയ്യുന്നത്. ഇപ്പം സിജോൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം സിജോനെ കുറിച്ചിട്ട് അനന്തോ ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് ശേഷം ആ ചെയ്ത വീഡിയോയിൽ പിന്നെ പൈതൃകങ്ങളാൽ പിന്നെ ജനിക്കപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനന്തുവിനെ വളരെ മോശം രീതിയിലാണ് ചിത്രീകരിച്ചത്. ഈ രീതിയിലുള്ള ചിത്രീകരണം സിജോൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അലവരാതി, ഒരു ഊള, ഒരു പരനാറി ഒരു അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് കണ്ണും പൂട്ടി കണ്ടുകൊണ്ടിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോള് ജനിക്കുകയാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ഞാനീ പറഞ്ഞ രണ്ടുപേരുടെയും, അതായത് സിജോൻ്റെ ആയാലും അനന്തുവിൻ്റെ ആയാലും വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അവരുടെ മറ്റ് വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം തികഞ്ഞവരാണ് അവരെന്ന് ഞാൻ പറയുന്നില്ല, അഭിപ്രായപ്പെടുന്നില്ല. എനിക്ക് വിമർശനമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിമർശന രൂപത്തിൽ പറയാറുണ്ട്. അപ്പം സിജോൻ്റെ ആയാലും അനന്തുവിൻ്റെ ആയാലും എല്ലാ രൂപത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അനന്തുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അനന്തു കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ വീട്ടുകാരെ വലിച്ചിടുന്നതും അല്ലാണ്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഭാര്യയെ, അവരുടെ മക്കളെ, അവരുടെ വീട്ടുകാരെ എടുത്തിട്ടിട്ട് പറയുന്നത് തീരെ ശരിയല്ല. കാരണം പ്രത്യേകിച്ചിട്ട് യൂട്യൂബർമാരായ ഇത്തരം വീഡിയോസ് ചെയ്യുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ പിന്നെ അതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അനന്തുവിൻ്റെ ഭാഗത്താണ് ഈ ഒരു വീഡിയോയിൽ ശരി എന്ന് പറയുന്നത്. കാരണം ഇപ്പം അനന്തു പിന്നെ അനന്തുവിൻ്റെ അച്ഛനെ വിളിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ സിജോ നാളെ അതിന് റിയാക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് നല്ലത്. ഇത് പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കുക എന്നാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയം വലിയ രൂപത്തിൽ വഷളാക്കാതെ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവർ രണ്ടാളും തമ്മിലുള്ള വിഷയത്തിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ശരി ഏതാണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഈ ഒരു വിഷയത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. അതുവരേക്കും നമുക്ക് ബൈ.